ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഭാരതത്തിൻ്റെ ഭരണഘടന. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ 7ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 6 മുതൽ ആണ്. ഭരണഘടനയുടെ 25 ഭാഗങ്ങളിൽ 6ാമത്തെ ഭാഗം മുതൽ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. ഈ ക്ലാസ്സിൻ്റെയും മറ്റു ക്ലാസ്സുകളുടെയും ഒക്കെ തുടർച്ച ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചാനൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഭരണഘടനയുടെ പാർട്ട് 5 ആണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. പാർട്ട് 5 എത്തിയപ്പോൾ നമ്മൾ പിന്നിട്ട ഭാഗങ്ങൾ നമുക്ക് നോക്കാം. പാർട്ട് 1 നമ്മൾ എന്താണ് ഇന്ത്യ എന്ന് പറഞ്ഞു. പാർട്ട് 2 നമ്മൾ എന്താണ് സിറ്റിസൺഷിപ്പ്, പൗരത്വം പറഞ്ഞു. പാർട്ട് 3 നമ്മൾ പറഞ്ഞത് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. പാർട്ട് 4 നമ്മൾ പറഞ്ഞത് നിർദ്ദേശക തത്വങ്ങളാണ്. പാർട്ട് 4A നമ്മൾ പറഞ്ഞത് മൗലിക കർത്തവ്യങ്ങളാണ്. പാർട്ട് 4A പറഞ്ഞത്. ഇത്രയും ഭാഗങ്ങളെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പാർട്ട് 5 ആണ്, അഥവാ ഇന്ത്യ അഥവാ യൂണിയൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ യൂണിയൻ എന്ന് പറയുന്നതിൻ്റെ നിർവഹണ മണ്ഡലങ്ങളെ പറ്റിയാണ് നമ്മൾ പാർട്ട് 5 കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. യൂണിയൻ എന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഇന്ത്യയുടെ യൂണിയൻ എന്ന് പറയുമ്പോൾ ആദ്യം ആ ആർട്ടിക്കിളുകളിൽ കടന്നു വരുന്നത് എപ്പോഴും പ്രസിഡന്റ് ആയിരിക്കും. അതായത് രാഷ്ട്രപതി എന്നാണ് ഇന്ത്യയുടെ യൂണിയൻ്റെ ആദ്യ ഘടകമായിട്ട് നമ്മൾ കാണുന്നത്. അതായത് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. നെക്സ്റ്റ് വരുന്ന ടേം തീർച്ചയായിട്ടും വൈസ് പ്രസിഡന്റ് ആയിരിക്കും. അതായത് ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന പൊസിഷനാണ് പിന്നീട് വരുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതായത് മന്ത്രിസഭ എന്ന് പറയുന്ന ഘടകമാണ് പിന്നീട് വരുന്നത് നമ്മുടെ അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറൽ എന്ന് പറയുന്ന നിയമകാര്യ ഉദ്യോഗസ്ഥനാണ് പിന്നീട് കടന്നു വരുന്നത് പാർലമെൻറ്റാണ്. പാർലമെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ നിർവചനം, അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെയാണ്. പിന്നീട് പറയുന്നത് സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. അപ്പോൾ ഇതാണ് യൂണിയൻ്റെ ഏറ്റവും പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്ന ഫങ്ഷൻസ്. ഈ ഫങ്ഷൻസിനെയാണ് ഇവിടെ വിവിധ ആർട്ടിക്കിളുകളിലൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിട്ട് പറയാം, ഫസ്റ്റ് ആരാ വരുന്നത്? രാഷ്ട്രപതി, പ്രസിഡന്റ്. സെക്കൻഡ് ആരാ വരിക? ഉപരാഷ്ട്രപതി, വൈസ് പ്രസിഡന്റ്. പിന്നീട് എന്താ വരുന്നത്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, മന്ത്രിസഭ. പിന്നീട് എന്താ വരുന്നത്? AG അഥവാ അറ്റോർണി ജനറൽ അഥവാ നിയമകാര്യ ഉദ്യോഗസ്ഥൻ. പിന്നീട് വരുന്നത് എന്താണ്? പാർലമെൻറ്റ്. പിന്നീട് വരുന്നത് എന്താണ്? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. പിന്നീട് എന്താ വരുന്നത്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. പൊതു ഖജനാവിൻ്റെ വാച്ച് ഡോഗ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ആർട്ടിക്കിളുകളുടെ റേഞ്ച് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഏകദേശം പൊസിഷൻ അതുപോലെ തന്നെയാണ്, അതോറിറ്റി പോലെ തന്നെയാണ് ഇവിടെ പൊസിഷൻ വരുന്നത്. അതായത് ഭരണഘടനയിൽ രാഷ്ട്രപതി എന്ന പൊസിഷനെ പറ്റി സംസാരിച്ചതിന് ശേഷമാണ് ഉപരാഷ്ട്രപതിയെ പറ്റി സംസാരിക്കുക. ആ ഒരു ഐഡിയ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ആർട്ടിക്കിളുകൾക്ക് എഴുതുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഓർത്തിരിക്കാൻ വേണ്ടി. അതേമാതിരി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പ്രതിപാദിച്ചതിന് ശേഷം മാത്രമേ എന്ത് പ്രതിപാദിക്കുള്ളൂ? ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യയൊക്കെ ഹൈക്കോർട്ട് ഓഫ് സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതികളൊക്കെ പ്രതിപാദിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്ന 2 ആർട്ടിക്കിളുകളിലേക്ക് കടക്കുകയാണ്. പാർട്ട് 5 നമ്മൾ ആർട്ടിക്കിളുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എല്ലാ ആർട്ടിക്കിളുകളും നമ്മൾ പഠിക്കേണ്ടതില്ല. പാർട്ട് 5 52ാം ആർട്ടിക്കിൾ പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം. എന്താണ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി എന്ന് പറയുന്ന പൊസിഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 52ാം ആർട്ടിക്കിളാണ്. 53ാം ആർട്ടിക്കിളും രാഷ്ട്രപതിയെ പറ്റി പറയുന്നു. രാഷ്ട്രപതിയുടെ നിർവഹണ അധികാരത്തെ പറ്റിയാണ് പറയുന്നത്. എക്സിക്യൂട്ടീവ് പവർ ഓഫ് പ്രസിഡന്റ്. രാഷ്ട്രപതിയുടെ നിർവഹണ അധികാരങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുള്ളത്. ഇപ്പോൾ വേറെ ചോദ്യം ഇതിൻ്റെ സബ് ക്വസ്റ്റനായി ചോദിക്കാവുന്നത്, ഇന്ത്യയുടെ പരമോന്നത സൈന്യ അധിപൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3 സേനകളുടെയും തലവൻ രാഷ്ട്രപതിയാണ് എന്ന് കാണിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് എഴുതണം? 53 ആണ്. അപ്പോൾ ഈ ഓരോ ഡെഫിനിഷനും
കൂടുതൽ വൈഡായിട്ടുള്ള വ്യാപ്തിയുള്ള മറ്റ് വിവരങ്ങളുണ്ട്. അവ നമ്മൾ പിന്നീടൊക്കെ പഠിച്ച് മനസ്സിലാക്കണം. അപ്പോൾ 52ഉം 53ഉം പഠിക്കുന്നത് നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയെ പറ്റിയാണ്, പ്രസിഡന്റിനെ പറ്റിയാണ്. അടുത്തത് വരുന്നത് 63ആണ്. 63 എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റിനെ പറ്റിയാണ്, അഥവാ ഉപരാഷ്ട്രപതിയെ പറ്റിയാണ് ആർട്ടിക്കിൾ 63 സംസാരിക്കുന്നത് എന്ന് അറിഞ്ഞു വരിക. അടുത്തത് 64 എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ, ഇവിടെ നിർവഹണാധികാരങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ഉപരാഷ്ട്രപതിയുടെ നിർവഹണാധികാരങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനും ഒരു സബ് ക്വസ്റ്റ്യനാക്കി ചോദിക്കാം. ഇവിടെ നമ്മൾ സൈന്യാധിപൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ ഏതാ വെച്ച് കഴിഞ്ഞാൽ 53. നമുക്കറിയാം രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യ ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിക്കാം. രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് ഉപരാഷ്ട്രപതി വർക്ക് ചെയ്യുന്ന, നിയമിതമാകുന്ന, അല്ലെങ്കിൽ ആ ചെയർ കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ആർട്ടിക്കിൾ 64 ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് 72 ആർട്ടിക്കിൾ ദ പാർഡൺ ഓഫ് പ്രസിഡന്റ് ആണ്. അതായത് കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുക എന്ന് പറയുന്ന, കുറ്റവാളികളെ പൊതുമാപ്പ് നൽകുന്ന എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 72 എന്ന് പറയുന്നത്. ഈ പൊതുമാപ്പ് നൽകാൻ, ശിക്ഷ ഇളവ് നൽകാനൊക്കെ 2 ആളുകൾക്കാണ് അധികാരമുള്ളത്. ഒന്ന് രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് ഇങ്ങനെ പൊതുമാപ്പ് നൽകാൻ, ഒന്ന് ഗവർണർക്കും അധികാരം ഉണ്ട്. ഈ റിപ്പബ്ലിക് സമയത്ത്, അതുപോലെ സ്വാതന്ത്ര്യദിന സമയത്തൊക്കെ കുറ്റവാളികളുടെ തടവ് ശിക്ഷ കുറച്ചുകൊണ്ടൊക്കെ പുറത്തേക്ക് അവരെ പറഞ്ഞയക്കുന്ന, സ്വതന്ത്രമാക്കുന്ന പരിപാടികളൊക്കെയുണ്ട്. അതിനെയൊക്കെ സ്വീകാര്യമാകുന്ന വകുപ്പ്, യാഥാർത്ഥ്യമാക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് 72ആണ്. എന്നാൽ വധശിക്ഷയിൽ ഇളവ് നൽകാനുള്ള വകുപ്പ് ഗവർണർക്കില്ല. അത് പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ, അത് രാഷ്ട്രപതിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആർട്ടിക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രാഷ്ട്രപതി ഈ വധശിക്ഷയ്ക്ക് ഇളവ് നൽകുന്നത് എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ആർട്ടിക്കിൾ 76 മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ അറ്റോർണി ജനറൽ. അവിടെ കണ്ടല്ലോ ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, മന്ത്രിസഭ, പിന്നെ അറ്റോർണി ജനറൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന പൊസിഷൻ വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 76 എന്ന് പറയുന്നത്. അതായത് അറ്റോർണി ജനറൽ എന്ന് പറയുമ്പോൾ നിയമകാര്യ ഉദ്യോഗസ്ഥനാണ്. ഗവൺമെൻറ്റിന് വേണ്ടി നിയമകാര്യങ്ങൾ ഏറ്റെടുക്കുന്ന, അതിൻ്റെ നിയമകാര്യങ്ങളിൽ ഉപദേശം നൽകുന്ന, ഗവൺമെൻറ്റിന് വേണ്ടി നിയമകാര്യങ്ങളിൽ കോടതികളിൽ ഹാജരാകുന്ന ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിലെ ഏതു കോടതിയിലും ഹാജരാകാൻ കഴിയുന്ന, അവകാശമുള്ള അല്ലെങ്കിൽ കഴിയുന്ന ഒറ്റ നിയമകാര്യ ഉദ്യോഗസ്ഥനെയുള്ളൂ. അത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് 79, ദ ആർട്ടിക്കിൾ 79 സ്റ്റേറ്റ്സ് അബൌട്ട് വാട്ട് ഈസ് പാർലമെൻറ്റ്. പാർലമെൻറ്റ് എന്താണ് എന്നുള്ളതിൻ്റെ നിർവചനം കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 79. ആർട്ടിക്കിൾ 79 ഓർക്കുമ്പോൾ നമ്മൾ 79 ആയിട്ടുള്ള നമ്മുടെ ആവർത്തന പട്ടികയിൽ എലമെൻ്റ് ഉണ്ട് അല്ലേ. ആവർത്തന പട്ടികയിൽ 79 വരുന്ന എലമെൻറ്റ് നമുക്കറിയാം സ്വർണ്ണം, ഗോൾഡാണ്. അപ്പോൾ പാർലമെൻറ്റും ഗോൾഡും ഒക്കെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. പാർലമെൻറ്റ് ഈസ് എ ഗോൾഡ് എന്നൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ആർട്ടിക്കിളും അവിടുത്തെ നമ്പറും ഒക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ നമ്പറുകളെയൊക്കെ മാപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ 79 ഓർക്കുമ്പോൾ നിങ്ങൾ സ്വർണ്ണത്തെ ഓർക്കണം, പാർലമെൻറ്റിനെ ഓർക്കണം. അപ്പോൾ 79 എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് പാർലമെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന, പാർലമെൻറ്റ് എന്താണെന്ന് സൂചിപ്പിക്കുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 79 ആണ്. 79 കഴിഞ്ഞാൽ ഉടനെ പാർലമെൻറ്റിൻ്റെ ഏറ്റവും മുകളിലെ സഭയായിട്ടുള്ള, അപ്പർ ഹൗസ് ആയിട്ടുള്ള ഏത് കടന്നു വരും? ദാറ്റ് ഈസ് രാജ്യസഭ കടന്നു വരും. അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുക. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്ന രാജ്യസഭയെ സൂചിപ്പിക്കുന്ന ആർട്ടിക്കിൾ 80 ആണ്. തീർച്ചയായിട്ടും 80 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ആർട്ടിക്കിൾ ഏതായിരിക്കും? തീർച്ചയായിട്ടും ലോകസഭയായിരിക്കും. അത് ലോവർ ഹൗസ് എന്ന് വിളിക്കുന്ന ലോ അങ്ങനെയാണ് ഓർക്കേണ്ടത്. ലോകസഭ എന്ന് പറയുമ്പോൾ ലോവർ ഹൗസ് ആണ്. 81 ആർട്ടിക്കിൾ നമുക്ക് ലോകസഭയെ കാണാം. അതായത് ഹൗസ് ഓഫ് പീപ്പിളിനെ നമുക്ക് അവിടെ ദർശിക്കാം. അടുത്തത് 93 നമുക്ക് ലോകസഭ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഇവരെയൊക്കെയാണ് പ്രതിപാദിപ്പിക്കുന്നതാണ് 93. എന്തുകൊണ്ടാണ്? രാജ്യസഭയുടെ അധ്യക്ഷനെ നമ്മൾ നേരത്തെ അവിടെ കണ്ടു കഴിഞ്ഞു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ലോകസഭയുടെ സ്പീക്കറാണ് 93, ഡെപ്യൂട്ടി സ്പീക്കറാണ് 93. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമാണ് പരാമർശിക്കപ്പെടുന്നത്. ആർട്ടിക്കിൾ 108 എന്ന് പറയുന്ന ആർട്ടിക്കിൾ ജോയിൻറ്റ് സിറ്റിംഗ് ആണ്, സംയുക്ത സമ്മേളനം.
ജോയിൻറ്റ് സിറ്റിംഗ്. സംയുക്ത സമ്മേളനം എന്ന് പറഞ്ഞാൽ ലോകസഭ, രാജ്യസഭ, അതുപോലെ തന്നെ പ്രസിഡൻറ്റ്, എന്താണോ പാർലമെൻറ്റ് അത് എല്ലാം കൂടി ഒരുമിച്ചിരിക്കുന്നതിനെയാണ് സംയുക്ത സമ്മേളനം എന്ന് പറയുക. നമ്മൾ പറഞ്ഞു ഇത് കടമെടുത്തിരിക്കുന്നത് കങ്കാരുവിനെ ഓർക്കണം. ഒരുമിച്ചിരിക്കുന്ന കങ്കാരു, കുട്ടിയും അമ്മയും ഒരുമിച്ച് മാർസുപ്പിലിയസ് എന്ന് പറഞ്ഞ സഞ്ചി മൃഗങ്ങളെ പോലെ ഇരിക്കുന്ന ആ മൃഗത്തെ ഓർത്ത് അത് എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അത് കങ്കാരു ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഈ ഒരു ആശയം ജോയിൻറ്റ് സിറ്റിംഗ് എന്ന് ഓർക്കണം. ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ചു കൂട്ടുക എപ്പോഴും രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് ഈ സഭകളുടെ സംയുക്ത സമ്മേളനം വിളിക്കുന്നത്. എന്നാൽ അതിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ്. എന്നാൽ അതിൽ ആദ്യം സംസാരിക്കുന്നത്, അഭിസംബോധന ചെയ്ത് ആ യോഗത്തെ സംസാരിക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ് എന്നും ഓർത്തു വയ്ക്കുവാൻ. അടുത്തതാണ് 110 എന്ന് പറയുന്ന ആർട്ടിക്കിൾ 110. 110 സംസാരിക്കുന്നത് മണി ബില്ലുകളെ പറ്റിയാണ്, ധനകാര്യ ബില്ലുകളെ പറ്റിയാണ്, മണി ബില്ലുകളെ പറ്റിയാണ് 110 എന്ന് പറയുന്ന ആർട്ടിക്കിൾ സംസാരിക്കുന്നത്. മണി ബില്ലുകൾ നമ്മൾ ലോകസഭയിൽ മാത്രമേ സമർപ്പിക്കേണ്ടതുള്ളൂ. രാജ്യസഭയിൽ മണി ബില്ലുകൾ സമർപ്പിക്കേണ്ടതില്ല. അടുത്തത് 111. നമുക്ക് ഈ ധനകാര്യ ബില്ലുകളൊക്കെ സമർപ്പിച്ചാൽ അത് പ്രസിഡൻറ്റിൻ്റെ ഒപ്പോടുകൂടി പാസ്സാക്കേണ്ടതുണ്ട്. പക്ഷേ പ്രസിഡൻറ്റിന് ഒരിക്കലും അവ പാസ്സാക്കാതിരിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ മാറ്റങ്ങൾക്ക് നിർദ്ദേശിച്ചുകൊണ്ട് തിരിച്ചയക്കാം. മാറ്റങ്ങൾക്ക് നിർദ്ദേശിച്ച് തിരിച്ചയച്ച് വീണ്ടും അത് പ്രസിഡൻറ്റിൻ്റെ അനുമതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രസിഡൻറ്റ് വീണ്ടും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ഉപേക്ഷിക്കാൻ കഴിയില്ല, പ്രസിഡൻറ്റിന് ഒപ്പിടേണ്ടി വരും. എന്നാൽ പ്രസിഡൻറ്റ് വേണമെങ്കിൽ കുറച്ച് കാലം താമസിപ്പിക്കാം, കയ്യിൽ അത് വെച്ച് ഒപ്പിടാതെ. ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്യുന്നതിനെയാണ് പോക്കറ്റ് വിറ്റോ എന്നുള്ള ഒരു ടേമിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു അധികാരം പ്രയോഗിച്ച, ഈ ഒരു പോക്കറ്റ് വിറ്റോ പ്രയോഗിച്ച ഇന്ത്യയിലെ ഒരു ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൽ സിംഗ് എന്ന് പറയുന്ന പ്രസിഡന്റ്. അത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 111 പ്രതിപാദിക്കുന്നത് പോക്കറ്റ് വിറ്റോയെയാണ്. അടുത്തത് 112. 112 നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. AFS എന്ന് പേരിലുള്ള AFS, വട്ട് ഈസ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, വാർഷിക ധനകാര്യ പത്രിക, അല്ലെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ബജറ്റ് എന്ന് പറയും. ബജറ്റ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് ഫ്രഞ്ചിൽ നിന്നാണ്. ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് ബജറ്റ് എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം തുകൽ സഞ്ചി എന്നാണ്. അതായത് AFS അഥവാ ബജറ്റ് അഥവാ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ഏത് പറയുന്നത്? 112 എന്ന് പറയുന്നത്, 112 എന്ന് പറയുന്നത്. അടുത്തത് 123. 123 പറയുന്നത് പ്രസിഡന്റ് ഓർഡിനൻസ് ആണ്. പ്രസിഡന്റ് ഓർഡിനൻസ് എന്താണ്? ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റാണ് നിയമം പാസ്സാക്കേണ്ടത്. അതാത് സമയങ്ങളിൽ പാർലമെൻറ്റുകൾ സമ്മേളിച്ചുകൊണ്ട് ലോകസഭയും രാജ്യസഭയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് ഒരു നിയമം പാസ്സാക്കപ്പെടും. എന്നാൽ ചില സമയങ്ങളിൽ പാർലമെൻറ്റുകൾക്ക് സമ്മേളിക്കാൻ കഴിയാത്തപ്പോൾ ചില നിയമങ്ങൾ പാസ്സാക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് പ്രസിഡൻറ്റ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു ഓർഡിനൻസ് ആക്കിയിട്ട് നിയമമായിട്ട് പ്രഖ്യാപിക്കും. ആ ഓർഡിനൻസ് പിന്നീട് പാർലമെൻറ്റ് ചർച്ച ചെയ്ത് വീണ്ടും അതിന് അംഗീകാരം കൊടുക്കേണ്ട ഒരാവശ്യമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ പ്രസിഡൻറ്റ് ഒപ്പിട്ട് പാസ്സാക്കുന്ന നിയമങ്ങളെയാണ് നമ്മൾ ഓർഡിനൻസുകൾ എന്ന് പറയുക. അങ്ങനെ പ്രസിഡൻറ്റ് പാസ്സാക്കുന്ന ഓർഡിനൻസാണ് 123 എന്ന് പറയുന്നത്. അടുത്തത് 124 ആണ്. 124 എന്ന് പറയുന്നത് ഹൈക്കോർട്ട് സുപ്രീം കോർട്ട്. ആദ്യം വരുന്നത് സുപ്രീം കോർട്ട്. ഈ ഭരണഘടനയിൽ ആദ്യം പ്രതിപാദിക്കുക സുപ്രീം കോടതിനെയാണ്, പിന്നീട് ഹൈക്കോർട്ടിൽ വരുള്ളൂ. അപ്പോൾ 124 എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ്. 129 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറയുന്നത് സുപ്രീം കോർട്ട് ഷുഡ് ബി എ കോർട്ട് ഓഫ് റെക്കോർഡ്. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് റെക്കോർഡുകളുടെ ഒരു കോടതിയാണ് എന്ന് പറയുന്നതാണ് ഈ 129 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. 143 എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമുക്ക് പ്രസിഡൻറ്റിന് സുപ്രീം കോർട്ടിൻ്റെ ഉപദേശം തേടാനുള്ള ഒരു റൈറ്റാണ്, ഒരു അവകാശമാണ്. പ്രസിഡൻറ്റിന് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ ഉപദേശം ആരായാനുള്ളൊരു പവർ പ്രസിഡൻറ്റിനുണ്ട്. ആ പവറിനെ സൂചിപ്പിക്കുന്നതാണ് 143 എന്നുള്ള ആർട്ടിക്കിൾ. 148 എന്ന് പറയുന്ന ഈ ഭാഗം
6 പഠിക്കേണ്ട അവസാനത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 148 ആണ്. ആൻഡ് 148 CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യൻ ഖജനാവിൻ്റെ കാവൽക്കാരൻ എന്ന് വിളിക്കുന്ന CAG ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. ഇവരാണ് ഓഡിറ്റൊക്കെ നടപ്പിലാക്കിയിട്ട് അഴിമതിയൊക്കെ കണ്ടുപിടിക്കുന്നതും. അത് പ്രസിഡൻറ്റിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. CAG റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് പ്രസിഡൻറ്റിനാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പാർട്ട് 5 പാർട്ട് 5 നമ്മൾ പ്രതിപാദിക്കുന്നത് യൂണിയനാണ്. നമ്മൾ പറഞ്ഞ ആർട്ടിക്കിളുകൾ 52 രാഷ്ട്രപതി, 53 നിർവഹണാധികാരങ്ങൾ ആരുടെ, രാഷ്ട്രപതിയുടെ, 63 ഉപരാഷ്ട്രപതി, 64 ഉപരാഷ്ട്രപതി എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് രാജ്യസഭയുടെ, 72 പാർഡൺ അതായത് പൊതുമാപ്പ് നൽകുന്നു ആര്, പ്രസിഡന്റ്, 76 പറഞ്ഞത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ AG നിയമകാര്യ ഉദ്യോഗസ്ഥൻ. 79 പറഞ്ഞത് വാട്ട് ഈസ് പാർലമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്. അടുത്ത് 80 പറഞ്ഞത് പാർലമെൻറ്റ് ഫസ്റ്റ് സെക്ഷൻ ദാറ്റ് ഈസ് രാജ്യസഭ എന്ന് പറയുന്നത്. അടുത്തത് 81 പറഞ്ഞത് രാജ്യസഭയ്ക്ക് ശേഷം വരാവുന്ന ഏത്, ലോകസഭ എന്ന് പറയുന്നത്. അടുത്തത് 93 എന്ന് പറയുന്നത് ലോകസഭ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ. ആൻഡ് 108 എന്ന് പറയുന്നത് ജോയിൻറ്റ് സിറ്റിംഗ് ആണ്. അടുത്ത 110 എന്ന് പറയുന്നത് ധനകാര്യ ബില്ലുകൾ അഥവാ മണി ബിൽ. അടുത്തത് 111 എന്ന് പറയുന്നത് പോക്കറ്റ് വിറ്റോ പവർ ഓഫ് പ്രസിഡന്റ്. അടുത്ത 112 AFS ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. 123 പ്രസിഡന്റ് ഓർഡിനൻസ്. 124 സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. 129 കോർട്ട് ഷുഡ് ബി എ കോർട്ട് ഓഫ് റെക്കോർഡ്. കോർട്ട് ഓഫ് എന്തായിരിക്കണം, റെക്കോർഡായിരിക്കണം, റെക്കോർഡുകളുടെ കോടതി. 143 എന്നത് അഡ്വൈസറി പവർ, എന്ത്, പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ ഉപദേശം നേടാം. ആൻഡ് 148 ദറ്റ് ഈസ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG, പൊതു ഖജനാവിൻ്റെ കാവൽക്കാരൻ എന്ന് വിളിക്കുന്നതാണ് CAG. പാർട്ട് 5 നിന്നും നേരെ നമ്മൾ പാർട്ട് 6 എത്തുന്നു. പാർട്ട് 5 നമ്മൾ പറഞ്ഞ കേന്ദ്രത്തെ പറ്റിയാണെങ്കിൽ പാർട്ട് 6 സംസാരിക്കാൻ പോകുന്നത് സംസ്ഥാനങ്ങൾ അഥവാ സ്റ്റേറ്റുകളെ പറ്റിയാണ്. വീണ്ടും വരുന്ന പാർട്ടിൽ എവിടെ കാണാം, നമുക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളെ കാണാം. അതായത് 5 കേന്ദ്രം, 6 സംസ്ഥാനം. അടുത്ത പാർട്ടിൽ വരുമ്പോൾ ഏതായിരിക്കും, കേന്ദ്രഭരണ പ്രദേശങ്ങൾ. അപ്പോൾ ഈ പാർട്ടിൽ ആദ്യം പറയുന്ന 152 ഡെഫിനിഷൻ തീർച്ചയായിട്ടും എന്തിനെ പറ്റിയിട്ടുള്ളതായിരിക്കും. ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായി നിർവഹിക്കുന്ന ആർട്ടിക്കിളാണ് 152. പക്ഷേ ഈ 152 ആർട്ടിക്കിൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സംഷൻ ഫോർ ജമ്മു കാശ്മീരിനെ ഈ ഡെഫിനേഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ആർട്ടിക്കിൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. 152 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ജമ്മു കാശ്മീരിനെ 152 ആർട്ടിക്കിൾ എന്ന് പറയുന്ന മറ്റു സംസ്ഥാനങ്ങളുടെ നിർവചനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിക്കൊണ്ട് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഒരാർട്ടിക്കിളും 35A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളുകളും ഭരണഘടനയിൽ നിലവിലിരുന്നിരുന്നു. അതായത് 2019 ഓഗസ്റ്റ് 5 വരെ മാത്രം. 2019 ഓഗസ്റ്റ് 5 ജമ്മു കാശ്മീർ ഭേദഗതി ബിൽ ഉപയോഗിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൻ്റെ ഈ 2 പരിഗണനകളും, അതായത് ആർട്ടിക്കിൾ 370 പ്രകാരം പ്രത്യേക പദവിയും ആർട്ടിക്കിൾ 35A പ്രകാരമുള്ള പ്രത്യേക പദവികളും റദ്ദാക്കപ്പെട്ടു. അതായത് ഭരണഘടനയിൽ ഈ 2 ആർട്ടിക്കിളുകളും ഇപ്പോൾ നിലവിൽ റദ്ദാക്കപ്പെട്ടു. ഏതു ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചുകൊണ്ട്, 2019 ഓഗസ്റ്റ് 5 പുതിയ ഭേദഗതി ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ജമ്മു കാശ്മീരുമായിട്ട് പഠിച്ചു വെക്കേണ്ട 3 ആർട്ടിക്കിളുകൾ, ഒന്ന് 152, ഒന്ന് 370, ഒന്ന് 35A. പഠിക്കേണ്ട ഭേദഗതി 2019 ഓഗസ്റ്റ് 5 ഭരണഘടനാ ഭേദഗതിയാണ്.
ഇനി 153 നമ്മൾ 152 പറഞ്ഞു, സംസ്ഥാനങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. 153 തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ പ്രസിഡന്റിനെ പറ്റി പറഞ്ഞ പോലെ ഇവിടെ സംസ്ഥാനത്തിൻ്റെ അധികാരിയായിട്ടുള്ള ആര്, ഗവർണറെ പറ്റി പറയും അല്ലേ. ദ എക്സിക്യൂട്ടീവ് പവർ 153 സംസാരിക്കുന്നത് സംസ്ഥാന ഗവർണറെ പറ്റിയായിരിക്കും. ആൻഡ് 161 നമ്മൾ നേരത്തെ ഒരു 72 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറഞ്ഞു. 72 പറഞ്ഞപ്പോൾ പറഞ്ഞു 72 എന്താ കാണിക്കുന്നത്, പാർഡൺ ആരുടെ, പ്രസിഡൻറ്റിൻ്റെ. 161 ഗവർണറുടെ പാർഡണാണ്, ഗവർണറുടെ പൊതുമാപ്പാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ 6 ഒന്നും കൂട്ടി 7 പറഞ്ഞാൽ മതി. 71 എന്നൊക്കെ ഓർത്താൽ ഈ 6 ഒന്നും കൂട്ടി 7 ഇട്ട് അത് 71 നോർക്ക്, ഇത് 71 നോക്ക്, ഇത് 72 നോർക്ക്. അപ്പോൾ 71 അല്ല, ഓർക്കാൻ വേണ്ടി പറയുന്നതാണ്. 161 ഗവർണറുടെ പൊതുമാപ്പ്, 72 പ്രസിഡന്റിൻ്റെ പൊതുമാപ്പ്. അതേപോലെ തന്നെ 165 എന്ന് പറയുന്ന 165 ആർട്ടിക്കിൾ 165 ആർട്ടിക്കിൾ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു അറ്റോർണി ജനറൽ എന്ന് പറയുന്ന നിയമ ഉദ്യോഗസ്ഥൻ യൂണിയനിലാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുക അഡ്വക്കേറ്റ് ജനറൽ എന്നാണ്. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ നിയമകാര്യ ഉദ്യോഗസ്ഥനെയാണ്. ഗവൺമെൻറ്റിനു വേണ്ടി നിയമകാര്യങ്ങളിൽ ഇടപെടുന്ന സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറലാണ് 165 പ്രതിപാദിക്കുന്നത്. 167 നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയിട്ട് പറയുന്നത്. 213 പറയുന്നത് നമ്മൾ ഓർഡിനൻസ് ആണ്. നമ്മൾ നേരത്തെ ഒരു ഓർഡിനൻസ് പറഞ്ഞു. എത്രയായിരുന്നു ആർട്ടിക്കിൾ 123. ആരുടെ ഓർഡിനൻസ് ആയിരുന്നു, പ്രസിഡന്റിൻ്റെ ഓർഡിനൻസ്. ഇവിടെയും അതേപോലെ സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കാത്തപ്പോൾ നിയമം പാസാക്കുന്ന ഓർഡിനൻസിനെയാണ് 213 എന്ന ആർട്ടിക്കിൾ പറയുന്നത്. ഗവർണറുടെ ഓർഡിനൻസ് ആണ്. 214 നമ്മൾ നേരത്തെ പറഞ്ഞു. 124 എന്താ പറഞ്ഞത്, സുപ്രീം കോർട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഹൈക്കോർട്ട് ഓഫ് സ്റ്റേറ്റ്. 214 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. രണ്ടും കമ്പയർ ചെയ്ത് പഠിച്ചു വയ്ക്കുക. സുപ്രീം കോർട്ട് വന്നിട്ടേ പിന്നെ ഹൈക്കോർട്ട് വരുള്ളൂ. രണ്ടും വരുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. സുപ്രീം കോർട്ടാണ് 124, ഹൈക്കോർട്ടാണ് 214. 215 എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മളൊരു ആർട്ടിക്കിൾ പറഞ്ഞു 129 പറഞ്ഞു. അതെന്തായിരുന്നു, സുപ്രീം കോർട്ട് ഷുഡ് ബി എ കോർട്ട് ഓഫ് റെക്കോർഡ്. ഇവിടെ എന്താ പറയുന്നത്, ഹൈക്കോർട്ട് ഷുഡ് ബി എ കോർട്ട് ഓഫ് റെക്കോർഡ്. 226 നമ്മൾ മുമ്പ് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഓർക്കാം, 32 എന്താ പറഞ്ഞത്, സുപ്രീം കോർട്ട് റിട്ടാണ്. സുപ്രീം കോർട്ട് റിട്ടിന് പകരം നമ്മളിവിടെ എന്ത് പറയുന്നു, ഹൈക്കോർട്ട് റിട്ടുകൾ പറയുന്നു. 226 ആൻഡ് 231 പഠിച്ചു വെക്കേണ്ട ആർട്ടിക്കിളാണ്. അതായത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് പൊതു ഹൈക്കോടതി. അതായത് നമ്മൾ സപ്തസുന്ദരിമാർ എന്നുള്ള സംസ്ഥാനങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഏത്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നൊക്കെ പറയുന്നത്. ആ ഭാഗത്തൊക്കെ പല സംസ്ഥാനങ്ങൾക്കും ഒരുമിച്ചാണ് ഹൈക്കോടതികളുള്ളത്. അപ്പോൾ ആ ഒരു നിയമം പറയുന്ന ആർട്ടിക്കിളാണ് 231 എന്ന് പറയുന്ന ആർട്ടിക്കിൾ. അപ്പോൾ ഇത്തരം ആർട്ടിക്കിളാണ് നമ്മൾ ഇവിടെ പഠിച്ചു വെക്കേണ്ടത്. പാർട്ട് 6 ഒന്ന് ഓർക്കാം, 152 വാട്ട് ഇസ് ഡെഫിനിഷൻ, റദ്ദാക്കിയത് 370, 35 എന്തിനെ സംബന്ധിച്ചാണ്, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചാണ്. 153 ഗവർണർ, 161 പൊതുമാപ്പ്, 72 പൊതുമാപ്പ്, 125 അഡ്വക്കേറ്റ് ജനറൽ, 165 അഡ്വക്കേറ്റ് ജനറൽ, 76 അറ്റോർണി ജനറൽ. 167 പറഞ്ഞത് നമ്മൾ മുഖ്യമന്ത്രി, 213 ഗവർണർ ഓർഡിനൻസ്, 123 പ്രസിഡന്റ് ഓർഡിനൻസ്, 214 ഹൈക്കോടതി, 124 സുപ്രീം കോടതി, 215 കോർട്ട് ഓഫ് റെക്കോർഡ് ഹൈക്കോർട്ട്, 129 കോർട്ട് ഓഫ് റെക്കോർഡ് സുപ്രീം കോർട്ട്, 226 ഹൈക്കോർട്ട് റിട്ട്, 32 സുപ്രീം കോർട്ട് റിട്ട്, 231 പൊതു ഹൈക്കോടതി സംസ്ഥാനങ്ങൾക്ക്. പിന്നീട് വരുന്നത് പാർട്ട് 7. പാർട്ട് 7 ഇപ്പോൾ നിലവിലില്ല. പാർട്ട് 7 എന്ന് പറയുമ്പോൾ 2 തരം സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ യൂണിയനിൽ. പാർട്ട് എ സ്റ്റേറ്റും പാർട്ട് ബി സ്റ്റേറ്റും, 2 വിധം സംസ്ഥാനങ്ങൾ. അപ്പോൾ ആ സംഭവം പാർട്ട് ബി സ്റ്റേറ്റ് എന്നുള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കിയിട്ടുണ്ട്. പാർട്ട് 7 ഇപ്പോൾ നിലവിലില്ല. പാർട്ട് 7 ഇന്ന് റദ്ദ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 7 ഇല്ല. അടുത്തത് നമ്മൾ പാർട്ട് 8 ആണ്. പാർട്ട് 8 നമ്മൾ കാണിക്കുന്നത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളാണ്. 5 പറഞ്ഞു നമ്മൾ യൂണിയൻ, 6 പറഞ്ഞു നമ്മൾ സംസ്ഥാനങ്ങൾ, 7 പറഞ്ഞു നമ്മൾ റിപ്പീൽ ചെയ്തിട്ടുണ്ട്. പാർട്ട് 8 എന്താണ്, യൂണിയൻ ടെറിട്ടറീസ്, അതായത് കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ പറ്റി സംസാരിക്കും. ഒരു ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങൾ ഈ ചാനൽ
ലൈക്ക് ചെയ്യണം, നിങ്ങൾ ഈ ചാനൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ പെട്ടെന്ന് കാണാം. ബൈ. ഓക്കെ.